അരിപ്പൊടി യൂസ് ചെയ്തിട്ട് കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടും എന്ന് പല വീഡിയോസിലും കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും അരിപ്പൊടി യൂസ് ചെയ്തിട്ട് കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒന്നും കിട്ടത്തില്ലെങ്കിലും നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ ഇവയൊക്കെ മാറാൻ ഇത് സഹായിക്കും. അതുപോലെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ഹണി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹണി. പിമ്പിൾസ് മാറാനും സൺ ടാൻ മാറാനും ഹണി നല്ലതാണ്. അതുപോലെ അരിപ്പൊടി പാടുകളും ഡാർക്ക് സ്പോട്ട്സും മുഖക്കുരു, ടാൻ ഇവയൊക്കെ മാറാൻ നല്ലതാണ്. മാത്രമല്ല റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം വളരെ നല്ലൊരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. സൺ ടാനിങ്ങിൽ നിന്നും മോചനം ലഭിക്കാൻ ഇത് നല്ലതാണ്. മാത്രമല്ല അരിപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിൽ നീക്കം ചെയ്യാൻ അത് സഹായിക്കും. ഹണി, അരിപ്പൊടി, കഞ്ഞിവെള്ളം ഇവ മൂന്നും മിക്സ് ചെയ്ത് ദിവസവും തേക്കുന്നത് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒരിക്കലും ഇന്ത്യൻ സ്കിൻ ടൈപ്പുമായിട്ട് കിട്ടുന്ന ഒന്നല്ല. കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ്, കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്താലും അത് ഇന്ത്യൻ സ്കിന്നിന് യോജിക്കണം എന്നില്ല. കൊറിയൻ സ്കിന്നും ഇന്ത്യൻ സ്കിൻ ടൈപ്പും തമ്മിൽ പിഗ്മെൻറ്റേഷനിലും മെലാനിൻ കണ്ടൻറ്റിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ചിലപ്പോൾ ഇന്ത്യൻ സ്കിന്നിന് പറ്റണമെന്നില്ല. മാത്രമല്ല കൊറിയൻസിന് ജെനറ്റിക്കലി അവർക്ക് ഒരു ഗ്ലാസി സ്കിന്നാണുള്ളത്. അത് ഇന്ത്യൻ സ്കിന്നും കൊറിയൻ സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലാസി സ്കിൻ ഒരിക്കലും ഇന്ത്യൻ സ്കിന്നിന് ലഭിക്കില്ല.